Hello my dear students, welcome back to the class. In the previous classes we have discussed what is Bernoulli distribution and what is binomial distribution. So in today's class we are moving forward with a new discrete distribution, that is Poisson distribution. അപ്പോൾ എന്താണ് Poisson distribution എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ Poisson distribution ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം n ഫൈനൈറ്റ് ആയിട്ടുള്ള കേസസിലാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. n എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്പർ ഓഫ് ട്രയൽസ്, എത്ര തവണയാണോ എക്സ്പെരിമെന്റ് നടത്തിയത്, റാൻഡം എക്സ്പെരിമെന്റ് നടത്തിയത്, അതായിരുന്നു n എന്ന് പറയുന്നത്. അപ്പം n ഫൈനൈറ്റ് ആയിട്ടുള്ള കേസസിലാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തിരുന്നത്. പക്ഷേ n ഫൈനൈറ്റ് അല്ല, അല്ലെങ്കിൽ n എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് നമ്പർ ആയിട്ട് നമുക്ക് അറിയാൻ വയ്യാത്ത സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ത്? Poisson distribution എന്ന് പറയുന്നത്. അപ്പോൾ Poisson distribution യൂസ് ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ, the number of trials is very large, that is n tends to infinity. നമ്പർ ഓഫ് ട്രയൽസ് ഫൈനൈറ്റ് ആയിരിക്കണം എന്നായിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കണ്ടീഷൻ. ഇവിടെ അത് എന്താണ്? ഇറ്റ് ഷുഡ് ബി വെരി ലാർജ്. n എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ടെൻഡിങ് ടു ഇൻഫിനിറ്റി. അത്രയും വലിയ n ഉള്ള കേസസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? Poisson distribution യൂസ് ചെയ്യുക. Again, the probability of success for each trial is very small. The probability of success, നമുക്കറിയാം p ആണ് probability of success എന്ന് നമ്മൾ എപ്പോഴും പറയാം. ആ p എന്ന് പറയുന്നത് should be very small and we can say it mathematically like this: p tends to 0. ഏറ്റവും ചെറുതാകുക എന്ന് വെച്ചാൽ സീറോയിലേക്ക് അടുക്കുക, അതുപോലെ ഏറ്റവും വലുതാകുക എന്ന് വെച്ചാൽ ഇൻഫിനിറ്റിയിലേക്ക് അടുക്കുക. ആൻഡ് ദ ഫൈനൽ കണ്ടീഷൻ ഇസ് np is finite. n into p. n നമുക്കറിയാം ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, p നമുക്കറിയാം സീറോയിലേക്ക് പോകുന്നു. അപ്പം np എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ Poisson distribution യൂസ് ചെയ്യുന്നത്. ആൻഡ് വി കോൾ np ആസ് m. npനെ നമ്മൾ Poisson ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ എന്തെന്ന് ഡിനോട്ട് ചെയ്യും? m എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പം അതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും Poisson ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ Poisson ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യാവുന്ന എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു റോഡിൽ നടക്കേണ്ടിയിരുന്ന ആക്സിഡൻറ്റുകളെ സക്സസ് എന്ന് വിളിക്കുകയാണെങ്കിൽ, സക്സസ് എന്ന് പറയുന്നത് ഒരു റോഡിൽ നടന്ന ആക്സിഡൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? വണ്ടികൾ ഓടുക എന്നുള്ളതല്ലേ. അപ്പം വണ്ടികൾ ആക്സിഡൻറ്റിൽ പെടാതിരിക്കുക. അപ്പം ആക്സിഡൻറ്റിൽ പെടുകയാണെങ്കിൽ അതാണ് സക്സസ്, പെടുന്നില്ല എങ്കിൽ അതാണ് ഫെയിലിയർ. ആ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളിൽ നമ്മുടെ നമ്പർ ഓഫ് ട്രയൽസ്, അതായത് n എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ഡെഫിനറ്റ് ആയിട്ടൊരു നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സക്സസ് എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? റോഡിൽ കൂടെ പോകുന്ന വണ്ടികളിൽ എത്ര വണ്ടികൾ ആക്സിഡന്റ് പെടുന്നോ അതിന്റെ പ്രോബബിലിറ്റിയെയാണ് എന്തെന്ന് പറയുന്നത്? സക്സസ് അല്ലെങ്കിൽ p എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അതിൽ പെടാത്തവരാണ് ക്യൂവിൽ, അതായത് ഫെയിലിയറിൽ വരിക. ആ ഒരു എക്സാമ്പിളിൽ നമുക്ക് n എന്ന് പറയുന്നത്, അതായത് നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് നമ്പർ കൊണ്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം n is too large and p is too small. എത്ര വണ്ടികൾ, ഓക്കെ, ആയിരക്കണക്കിന് വണ്ടികൾ പാസ് ചെയ്യുമ്പോഴായിരിക്കും ഒരു വണ്ടി വല്ലതും ആക്സിഡന്റിൽ പെടുക, അല്ലെങ്കിൽ 10,000 വണ്ടികൾ പോകുന്ന ഒരു റോഡിലായിരിക്കും ഒരു വണ്ടി ആക്സിഡന്റിൽ പെടുക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇസ് too small while the number of trials is too large. In that case we will use Poisson distribution to find the required probability. അപ്പോൾ അതാണ് എനിക്ക് Poisson distributionന്റെ ഡിഫറൻസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് പറയാനായിട്ടുള്ള ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറയുന്നത്. So I hope you understood when will we use Poisson distribution rather than a binomial distribution. Now let's check or let's see what is the Poisson distribution function here. So to find the probability of a particular event when it is repeated n times is that p of x is equal to e raised to minus m into m raised to x divided by x factorial, where x is the number of successes as usual. So in this case we have one more condition, that is p tends to 0, that is the probability of success should be very small and n should be tending to infinity, that is the number of trials should be
infinite. So this is the case where we use Poisson distribution, and the probability distribution function is simply P of x is equal to e raised to minus m into m raised to x divided by x factorial. Now let's move on to a question which uses Poisson distribution to find the answer. So the question is, if 3% of electric bulbs manufactured by a company are defective, find the probability that in a sample of 100 bulbs, exactly 5 bulbs are defective. The question is, നമുക്ക് തന്നേക്കുന്ന ഇതാണ്, ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ അവരുണ്ടാക്കുന്ന ബൾബ്സിൽ 3% എപ്പോഴും എന്തായിരിക്കും, ഡിഫക്റ്റീവ് ആയിരിക്കും. 3% will be defective. And find the probability that in a sample of 100 bulbs in the sample നിന്ന് exactly 5 are defective. 5 എണ്ണം എടുക്കുന്നത് ഡിഫക്റ്റീവ്, അതായത് 5 എണ്ണം ഡിഫക്റ്റീവ് ആകാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രയൽ എന്ന് പറയുന്നത് സാമ്പിൾ ഓഫ് 100 ബൾബ്സ് ആണ്. അതിൽ നിന്ന് 5 ബൾബ്സ് ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഐ ആം naming success as getting a defective bulb. Getting a defective bulbനെ സക്സസ് എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് 3% ആണ് ഡിഫക്റ്റീവ്. ദാറ്റ് ഇസ് പി ഇസ് ഓൾവേസ് 3%, which is again 3/100, and it can be written as 0.03. So p എന്ന് പറയുന്നത് 0.03, which is very small. So the first condition p tends to 0 is satisfied here. Now it is given that from a sample of 100 bulbs, 100 bulbs നിന്നാണ് എടുക്കുന്നത്. So n is 100, and we know that compared to the problems of binomial distribution, the n is too large and the probability of success is too small. So n is very large. We cannot say that it tends to infinity, but compared to other questions from binomial distribution, we can say that n is too large. Now n is 100, p is 0.03, and what is asked is find the probability that in a sample of 100 bulbs exactly 5 bulbs are defective. Defective ആണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. Exactly 5 are defective means 5 times സക്സസ് ഉണ്ടാവാനായിട്ടുള്ള പ്രോബബിലിറ്റി ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. So x is simply 5. സോ നമുക്ക് എന്തൊക്കെ കിട്ടി, പി കിട്ടി, എൻ കിട്ടി, എക്സ് കിട്ടി. ഇത് നമുക്ക് അറിയാം പോസോൺ ഡിസ്ട്രിബ്യൂഷൻ, പക്ഷെ ഒരേ ഒരു പാരാമീറ്ററേ ഉള്ളൂ. ബട്ട് അതെന്താണ്, എം ആണെന്ന് നമുക്ക് അറിയാം. ബട്ട് എം എസ് എൻ ഇൻറ്റു പി, എന്നും പിയും നമുക്കറിയാം. അപ്പം എം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. എൻ എസ് 100 ആൻഡ് പി ഇസ് 0.03. സോ എം ഈസ് 3 ആണ് നമുക്ക് എം എന്ന് കിട്ടിയിരിക്കുന്നത്. സോ എം കിട്ടിയ സ്ഥിതിക്ക് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ റേസ് ടു മൈനസ് എം, ദാറ്റ് ഇസ് -3 ഇൻറ്റു എം റേസ്ഡ് ടു എക്സ്. എം എന്താണ്, 3 ആണ്. 3 റേസ്ഡ് ടു എക്സ്, ദാറ്റ് ഇസ് 3 റേസ്ഡ് ടു 5 ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ, വിച്ച് ഇസ് 5 ഫാക്ടോറിയൽ. സോ നമുക്ക് 5 ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ അറിയാം. ഇ റേസ് ടു -3 കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. സോ ഇ റേസ് ടു -3 ഇൻറ്റു 3 റേസ് ടു 5 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ഇസ് ദ ആൻസർ, ആൻഡ് ദ സിംപ്ലിഫിക്കേഷൻ പാർട്ട് ഇസ് ഫോർ യു. സോ ഇതാണ് നമ്മുടെ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. പക്ഷേ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ സിമ്പിൾ. ബിക്കോസ് ഇൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വി ഹാവ് ദ ഫോർമുല ആസ് NCX p raised to x into q raised to n minus x. ഇതാണ് ഫോർമുല. അപ്പം n ഇവിടെ 100 ആണ്. അപ്പോൾ 100cx, അതായത് 100c5 ഒക്കെ കണ്ടുപിടിക്കാനുള്ള ലെങ്തി കാൽക്കുലേഷൻ ആണ്. സോ ബിഫോർ ദാറ്റ് വി ക്യാൻ യൂസ് ദിസ് പർട്ടിക്കുലർ ഫോർമുല ആൻഡ് ഇറ്റ് വിൽ ബി ഈസിലി സോൾവ്ഡ് ഔട്ട്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. We have one more question with us, that is, it is known from past experience that in a certain plant there are on the average 4 industrial accidents per month. Find the probability that in a given year there will be less than 3 accidents. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചേക്കുന്ന ഇതാണ്, ഒരു പർട്ടിക്കുലർ ഇയറിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 3 ആക്സിഡൻസിൽ താഴെ ആക്സിഡൻസ് ഉണ്ടാകാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്.
സോ നമുക്കിവിടെ NO PO, അതായത് എത്ര ട്രയൽസ് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സക്സസ് എന്തെങ്കിലും എടുക്കാമെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്, അതൊന്നും നമുക്ക് തന്നിട്ടില്ല. സക്സസ് എന്ന് പറയുന്നത് ആക്സിഡന്റ് ഉണ്ടാകുക എന്നുള്ളതാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം അല്ലെ. അപ്പൊ സക്സസ് അതാണെങ്കിൽ പോലും സക്സസ് ഉണ്ടാകാനായിട്ടുള്ള പ്രോബബിലിറ്റിയോ അല്ലെങ്കിൽ എത്ര തവണ മാനുഫാക്ചറിങ് നടന്നു അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. But more than that, it is given that there are on an average 4 industrial accidents per month. On an average, ഈ ടേം ആണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒരു ആവറേജ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. അതായത് ആവറേജ് ഇസ് നത്തിങ് ബട്ട് അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ മീൻ എന്ന് നമ്മൾ വിളിക്കുന്നതിനെയാണ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മീൻ ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ആണല്ലോ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ മീൻ എന്താണെന്ന് നമുക്കറിയാം, N into P, NP ആണെന്നറിയാം. ആൻഡ് ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് NP is 4. NP-നെയാണ് നമ്മൾ പോസോൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മുടെ പാരാമീറ്റർ ആയ M എന്ന് വിളിക്കുന്നത്. സോ M is given as 4. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ആവറേജ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, അതായത് ഡയറക്റ്റ് ആയിട്ട് NP ആണ് തന്നിരിക്കുന്നത്. N P യും സെപ്പറേറ്റ് തരാതെ NP ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുകയാണ്. ദാറ്റ് ഇസ് M is 4 എന്ന് തന്നിട്ടുണ്ട്. So now find the probability that in a given year there will be less than 3 accidents. X-ന് less than 3 ആയിരിക്കണം, അതായത് 0 ആക്സിഡൻസ് ഉണ്ടാവാം, യെസ് 1 ആക്സിഡന്റ് ഉണ്ടാവാം, 2 ആക്സിഡൻസ് ഉണ്ടാവാം, പക്ഷെ 3 or more വരാൻ പാടില്ല. ലെസ് ദാൻ 3, സ്ട്രിക്ട്ലി ലെസ് ദാൻ 3 ആക്സിഡൻസ് ആണ്. സോ X is equal to 0, X is equal to 1, X is equal to 2, ഈ 3 കേസും കൺസിഡർ ചെയ്യണം. സോ P of X is equal to 0 plus P of X is equal to 1 plus P of X is equal to 2 എന്നുള്ളതാണ് നമ്മുടെ required probability. And the probability distribution function is e raised to minus m into m raised to x divided by x factorial, which means e raised to m, that is minus 4, into m raised to x. m എന്താണ് 4 ആണ്. 4 raised to 0 by x factorial, that is 0 factorial, plus P of x is equal to 1, that is e raised to minus 4 into 4 raised to 1 divided by 1 factorial, plus e raised to minus 4 into 4 square divided by 2 factorial. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എല്ലാത്തിലും e raised to minus 4 കോമൺ ഉണ്ട്. സോ e raised to minus 4 കോമൺ എടുക്കാം. into 4 raised to 0 is 1, 0 factorial 1 ആണ്. സോ ഇറ്റ് ഇസ് 1 plus e raised to minus 4 പുറത്തെടുത്തു. ഇനി മിച്ചമുള്ളത് 4 raised to 1 divided by 1 factorial. 1 factorial 1 ആണ്, 4 raised to 1 4 ആണ്, പ്ലസ് e raised to minus 4 പുറത്തെടുത്ത് വിടുന്ന 4 square 8 ആണ്. again 2 factorial 1 into 2 2 ആണ്. സോ 8 by 2 എന്ന് വരും. അത് ക്യാൻസൽ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം, 4 എന്ന് എഴുതാം. സോ e raised to minus 4 into 1 plus 4 is 5, 5 plus 4 is 9. So e raised to minus 4 into 9 ആണ് നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. e raised to minus 4ൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഒരു സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ സോൾവ് ഇറ്റ് ബൈ യുവർ സെൽഫ്. സോ ഇതാണ് ഈ ക്വസ്റ്റ്യനിലേക്കുള്ള ആൻസർ. അപ്പം NP ഡയറക്റ്റ് ആയിട്ട്, അതായത് മീൻ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന കേസിൽ നമുക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാം. ബിക്കോസ് N ലാർജ് ആയതുകൊണ്ടാണ് അത് പർട്ടിക്കുലർ ആയിട്ട് തരാതെ അവരെന്ത് തന്നിരിക്കുന്നത്, ആവറേജ് തന്നിരിക്കുന്നത്. സോ ഇറ്റ് വാസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. നൗ വി ഷാൽ മൂവ് ടു അനദർ ക്വസ്റ്റ്യൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, a manufacturer of blades knows that 5% of his product is defective if he sells blades in boxes of 100 and guarantees that no more than 10 blades will be defective. What is the probability that a box will fail to meet the guaranteed quality? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യം ഇതാണ്. ഒരു ബ്ലേഡ് മാനുഫാക്ചർക്ക് അറിയാം അയാളുടെ പ്രൊഡക്ട്സിൽ 5%, അയാളുടെ പ്രൊഡക്ഷനിൽ 5% ഡിഫക്റ്റീവ് ആയിരിക്കും. എത്രയാണ് ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്, ടോട്ടൽ പ്രൊഡക്ഷനിൽ 5% ഡിഫക്റ്റീവ് ആകുന്ന അയാൾക്ക് അറിയാം. ഇനി അയാൾ ഒരു ബോക്സിൽ 100 ബ്ലേഡ്സ് വെച്ച് സെല് ചെയ്യുകയാണെങ്കിൽ he guarantees that no more than 10 blades will be defective. 100 എണ്ണമുള്ള ബോക്സിൽ 10 എണ്ണത്തിൽ കൂടുതൽ ഡിഫക്റ്റീവ് ആകില്ല എന്നാണ് അയാളുടെ ഗ്യാരണ്ടി. വാട്ട് ഇസ് ദ ഗ്യാരണ്ടി? more than 10 will not be defective. 10 എണ്ണത്തിൽ കൂടുതൽ ഡിഫക്റ്റീവ് ആകില്ല എന്നാണ് അയാളുടെ ഗ്യാരണ്ടി.
ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ ബോക്സ് വിൽ ഫെയിൽ ടു മീറ്റ് ദ ഗ്യാരണ്ടീഡ് ക്വാളിറ്റി? ഈ പറഞ്ഞിരിക്കുന്ന ഗ്യാരണ്ടി ഫെയിൽഡ് ആകുന്ന കേസസിന്റെ പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഫെയിൽ ആകുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? നോട്ട് മോർ ദാൻ 10 വിൽ ബി ഡിഫക്റ്റീവ്, മോർ ദാൻ 10 വിൽ നോട്ട് ബി ഡിഫക്റ്റീവ്. അതായത് 10 എണ്ണത്തിൽ കൂടുതൽ ഡിഫക്റ്റീവ് ആകില്ല. അതിന്റെ ആ ഗ്യാരണ്ടി ഫെയിൽ ആകുക എന്ന് വെച്ചാൽ അതിനർത്ഥം മോർ ദാൻ 10 വിൽ ബി ഡിഫക്റ്റീവ് അല്ലേ? ഗ്യാരണ്ടി എന്തായിരുന്നു? മോർ ദാൻ 10 വിൽ നോട്ട് ബി ഡിഫക്റ്റീവ്. 10 എണ്ണത്തിൽ കൂടുതൽ ഡിഫക്റ്റീവ് ആകില്ല എന്നുള്ളതായിരുന്നു ഗ്യാരണ്ടി. അത് ഫെയിൽ ആകുക എന്ന് വെച്ചാൽ മോർ ദാൻ 10 വിൽ ബി ഡിഫക്റ്റീവ്, 10 എണ്ണത്തിൽ കൂടുതൽ ഡിഫക്റ്റീവ് ആകും. അപ്പം ഇതിന്റെ പ്രോബബിലിറ്റി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ വി ഹാവ് എ ബോക്സ് ഓഫ് 100 ബ്ലേഡ്. സോ എന്ന് പറയുന്നത് അവിടെ എന്താണ്? 100 ആണ്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് കിട്ടുക എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ P is 5%, which is 5/100 and it is 0.05. സോ N P തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് M കണ്ടുപിടിക്കാം. NP ആണ്. സോ 100 into 0.05 which is 5. അപ്പം M 5 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോർ ദാൻ 10 വിൽ ബി ഡിഫക്റ്റീവ്. ദാറ്റ് ഈസ് X is greater than 10. X greater than 10 ആകാനായിട്ടുള്ള പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് X greater than 10. X greater than 10 എന്ന് വെച്ചാൽ Xന് 11 ആകാം, 12, 13, 14, 15 അങ്ങനെ 100 വരെ ആകാം. അത്രയും പ്രോബബിലിറ്റി സം ചെയ്യുക എന്നുള്ളതിനേക്കാളും എളുപ്പം എന്താണ്? നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി ആയ 1ൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് X greater than 10ന് വരാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10നെ സബ്ട്രാക്ട് ചെയ്യുന്നതാണ് എളുപ്പം. കാൽക്കുലേഷൻ സിമ്പിൾ ആക്കുക. ടോട്ടൽ പ്രോബബിലിറ്റിയിൽ നിന്ന് X greater than 10ന് വരാം X ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 സബ്ട്രാക്ട് ചെയ്യാം. That is 1 minus probability of X less than or equal to 10. അതായത് Xന് ഏതൊക്കെ വാല്യൂസ് എടുക്കാം? 0, 1, 2, 3 etc. up to 10 വരെ എടുക്കാം. സോ അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് P of X is equal to 0. നമുക്കറിയാം e raised to minus m into m raised to x divided by x factorial. ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. സോ e raised to minus m അതായത് minus 5 into m raised to x. m എന്താണ്? 5 raised to x divided by x factorial. ഇതാണ് നമ്മുടെ ഫോർമുല. വേറെ എക്സിന്റെ വാല്യൂസ് എവിടെ തൊട്ട് എവിടെ വരെ വേണം? 0, x is equal to 0, 1, 2 etc. up to 10 വരെ വരണം അല്ലേ? അപ്പം നമുക്കറിയാം 1 minus e raised to minus 5നെ നമുക്ക് ഓരോന്നിന്നും കോമൺ എടുക്കാം അല്ലെ? e raised to minus 5 എല്ലാത്തിലും കോമൺ ഉള്ളതാണ്. ഇനി മിച്ചമുള്ളത് 5 raised to 0. ആദ്യം എക്സിന് 0 കൊടുക്കാം. അതായത് 5 raised to 0 by 0 factorial പ്ലസ് ഇനി എന്താ വേണ്ടത്? e raised to 1. e raised to 1 by 1 factorial. ഇനി എന്താ വേണ്ടത്? സോറി e raised to അല്ല 5 raised to 1 by 1 factorial. ഇനി എന്താ ഉള്ളത്? എക്സിന് 2 കൊടുക്കണം. അതായത് 5 square by 2 factorial. ഇങ്ങനെ പോയി ലാസ്റ്റ് 5 raised to 10 by 10 factorial വരെ നമുക്ക് വേണം. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റ്സിനെ സോൾവ് ചെയ്യുക. അതായത് 5 raised to 0 by 0 factorial പ്ലസ് എക്സെട്ര പ്ലസ് 5 raised to 10 by 10 factorial എന്നുള്ള ബ്രാക്കറ്റ് സോൾവ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ e raised to minus 5നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഒരു ഡെസിമൽ കിട്ടും. ആ ഡെസിമലിനെ 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക and you will get the final answer. So that's the end of this question. Now we shall move to next question. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. If a random variable x follows Poisson distribution such that p of x is equal to 1 and p of x is equal to 1 equals to p of x is equal to 2, find p of x is equal to 0. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ കണ്ടീഷനാണ്. p of x is equal to 1 equal to p of x is equal to 2. നമുക്കറിയാം p of x എന്ന് പറയുന്നത് e raised to minus m into m raised to x divided by x factorial ആണ് നമുക്ക് അറിയാം. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ എക്സിന് 1 ആദ്യം കൊടുക്കുക അല്ലേ? അപ്പോൾ e raised to minus m into m raised to x അതായത് m raised to 1 divided by 1 factorial is equal to p of x is equal to 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് e raised to minus m into m raised to 2 divided by 2 factorial. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് എ ഗിവൺ കണ്ടീഷൻ. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. കാരണം ഈ സൈഡിൽ e raised to minus m ഉണ്ട്, ഇവിടെയും e raised to minus 1 ഉണ്ട്.
ഇവിടെ m raised to 1 ഉണ്ട്, ഇവിടെ m square ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഓരോ mനെ കളയാം. സോ m raised to 1ന്റെ ആ m അങ്ങ് ഫുൾ പോവും, m square മാറി ഇവിടെ ഒരു m മാത്രം വരും. ഇനി 1 ഫാക്ടോറിയൽ 1 ആണെന്ന് നമുക്കറിയാം. സോ ഈ സൈഡിൽ നമുക്കിനി ഉള്ളത് എന്താണ്? 1/1 ആണ് ഉള്ളത്, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്കുള്ളത് m ഉണ്ട് ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ 2 ഫാക്ടോറിയൽ, ദാറ്റ് ഇസ് 1 into 2, അതായത് 2 തന്നെ. സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? m is equal to 2 എന്ന് കിട്ടും. സോ വി ഗോട്ട് ദ വാല്യൂ ഫോർ m ആൻഡ് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് p of x is equal to 0. p of x is equal to 0 എന്ന് പറയുന്നത് എന്താണ്? e raised to minus n, that is e raised to minus 2 into m raised to x. m എന്താണ്? 2. 2 raised to x, x is 0 divided by 0 factorial, x factorial ആണ്, അപ്പോൾ അതങ്ങനെ വരും. e raised to minus 2 into 2 raised to 0 is 1 and 0 factorial is 1, so we have e raised to minus 2 as the answer. അപ്പോൾ p of x is equal to 0 എന്താണ്? e raised to minus 2 ആണ്, and we can find it using a scientific calculator. So that's the end of this question. Now we shall move to next question. So the next question is an important question. Important ആണെന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോസോൺ ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള റിലേഷൻ. അതായത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു അപ്രോക്സിമേഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. So the question is, if n is equal to 10 and p is equal to 0.1, find p of x is equal to 2 by both binomial and Poisson distributions. Again, show that Poisson distribution is an approximation of binomial distribution. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന n-ഉം p-യും വെച്ച് p of x is equal to 2 രണ്ട് രീതിയിൽ കണ്ടുപിടിക്കണം. ഒന്ന് Poisson distribution യൂസ് ചെയ്തും രണ്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തും. അപ്പോൾ രണ്ടിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്കറിയാം അല്ലേ? p of x is equal to whatever x is, p of x നമുക്ക് Poisson distribution വെച്ച് അറിയാം, e raised to minus m into m raised to x divided by x factorial ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ. ആൻഡ് ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? p of x is equal to n c x p raised to x q raised to n minus x. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് n 10 ആണ്, again p 0.1 ആണ് തന്നിട്ടുണ്ട്. So it's simple to calculate p of x is equal to 2 in both the cases. So p of x is equal to 2 ഇവിടെ കാണണമെങ്കിൽ നമുക്ക് m ന്റെ വാല്യൂ വേണം അല്ലേ? സോ m നമുക്കറിയാം np ആണ്. സോ n into p 10 into 0.1, 10 into 0.1 എന്ന് പറയുന്നത് നമുക്കറിയാം it is 1. സോ m 1 എന്ന് കിട്ടിയെങ്കിൽ p of x is equal to 2 കാണാൻ സിമ്പിൾ ആണ്. e raised to minus 1 into 1 raised to x, x എന്ന് പറയുന്നത് 2 ആണ്, divided by x factorial, that is 2 factorial. So e raised to minus 1 into 1 divided by 2, അതായത് e raised to minus 1 divided by 2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. And the answer is 0.18. Check it using your calculator. Now we have to simplify this using binomial distribution. So p of x is equal to n c x. n എന്താണ്? 10 c x, x p of x is equal to 2 ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. So p of x is equal to 2 is equal to 10 c 2 p raised to 2, p എന്താണ്? 0.1, that is 0.1 raised to 2 into q raised to, yes p തന്നിട്ടുണ്ടെങ്കിൽ q നമുക്കറിയാം 1 minus 0.1 അല്ലേ? 1 minus p, 1 minus 0.1 is 0.9. So q എന്താണ്? 0.9 ആണ്. 0.9 raised to n minus x, that is 10 minus 2, 8 എന്ന് കിട്ടും. 10c2 എന്താണ്? 10 into 9 divided by 1 into 2. നമുക്ക് 0.1ന്റെ സ്ക്വയർ അറിയാം, 0.01 ആണെന്ന് അറിയാം. ഓക്കെ, ഇൻറ്റു 0.9ന്റെ പവർ 8, 0.9 raised to 8. അപ്പോൾ ഇത് ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം ആൻഡ് യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 0.19. സോ Poisson distribution യൂസ് ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ആൻസർ എന്തെന്ന് കിട്ടി? p of x is equal to 2.18 എന്ന് കിട്ടി. ബൈനോമിയൽ യൂസ് ചെയ്തപ്പോൾ 0.19 എന്ന് കിട്ടി. സോ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. രണ്ടും ഏകദേശം ഈക്വൽ ആണ്. സോ we can prove that Poisson distribution is an approximation of binomial distribution. നമ്മൾ ക്ലാസ്സിൽ എന്താണോ പറഞ്ഞു തുടങ്ങിയത് അവിടെയാണ് നമ്മൾ അവസാനിച്ചിരിക്കുന്നത്. So I hope it is clear for you. Now we shall move to another question.
So we have discussed many things about Poisson distribution, and we have solved some problems which can be solved using Poisson distribution. So I hope you understood everything we have discussed in class. Next class we will deal with the mean and variance of Poisson distribution. Till then, wait for the next video. Thank you for watching. Bye bye.